ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഈദിൻ്റെ പർച്ചേസിൻ്റെ വ്ളോഗാട്ടോ. അധികം ഷോർട്സ് തന്നെയാണ് ഇടാറുള്ളത്. അപ്പോൾ ഇന്ന് എനിക്കൊരാഗ്രഹം വ്ളോഗായിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ള. അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് പർച്ചേസ്. പിന്നെ എനിക്ക് ജ്വല്ലറി പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങിയതാണ്. ഈ ഒരു ഏരിയ നമ്മളെ കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആ ഒരു ഏരിയ ആട്ടോ ഇത്. എവിടെയാണെന്ന് പറഞ്ഞാൽ ഫയർഫോക്സ് അടുത്തുണ്ട്. പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കണ്ണൂരിലല്ലേ ഏറ്റവും വലിയ മറ്റേ എന്താ പറയുക മിലിറ്ററി ക്യാമ്പ് വരുന്നത്, ഒരു ക്യാമ്പിൻ്റെ ഏരിയ ആട്ടോ ഇത്. എന്ന് പറഞ്ഞാൽ നല്ലൊരു തണുപ്പും തണലും കിട്ടുന്ന ഒരു സ്ഥലം കേട്ടോ. അങ്ങനെ നമ്മളിതാ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉള്ളിൽ കയറാൻ നമ്മളെ ഓർമ്മ വന്നത് ഹെൽമെറ്റ് ഊരിയിട്ടുള്ള ഐറ്റൂസാണ് ഓർമ്മിപ്പിച്ചത്. ഈ ഒരു ജ്വല്ലറിൻ്റെ പേര് അൽഫജർ എന്നാണ് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ട്. ചെറിയൊരു ജ്വല്ലറി ആണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് അധികം എടുക്കാറുള്ളത്. ഓർണമെൻറ്റ്സ് എല്ലാം അധികം എടുക്കാറുള്ളത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. ഇവിടെ ആച്ചിൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കളക്ഷൻസ് കാണിച്ചെടുത്താന്ന് കേട്ടോ. കുറച്ച് തൂക്കമില്ല, അത് മൊത്തത്തിൽ കട്ട് ചെയ്യണം. ഇത് റോസ് ഗോൾഡ് തന്നെ. റോസ് ഗോൾഡ് അവസാനം വന്ന മൈബക്കണൊന്നുമില്ല. നമ്മൾ നോക്കുന്നതിൻ്റെ ഇടയിൽ ഇച്ചൂസിത ഫോണ് വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ടോ. എൻ്റെ അങ്ങ് നിന്നിട്ട് ഓന് നമ്മളെ വീഡിയോസ് എടുക്കലാന്ന്. ഓൻ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ അറിയില്ല കേട്ടോ. ഐബക്കാണെങ്കിൽ ഇതാ ഒരു ബലൂണ് കണ്ടപാട് അവിടെ ഇരിക്കുന്ന ക്യാഷർ അവരെ മടിയിൽ കയറിച്ചിരുന്നട്ടോ. എന്താന്നറിയില്ല, നല്ല മൂഡിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബലൂണും കൂടി കണ്ടപ്പോൾ പിന്നെ അത്ര വലിയ മെയിൻ്റ് ഉണ്ടായിട്ടില്ല. സാധാരണ ഓന് അറിയാത്തുള്ളടത്ത് അങ്ങനെ പോകാറില്ല. കുറച്ച് പരിചയമായിക്കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആയിരിക്കട്ടെ അവൻ. അങ്ങനെ അടുത്ത് കാക്കാനോടല്ലോ ഐബക്ക് ടാറ്റ ബൈബൈ എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയ പാടൻ്റെ ഇച്ചൂസ് സീതാപ്പാനെ കാണിച്ചിട്ട് പറഞ്ഞു, നല്ല ഷവർമ്മ മണക്കുന്നുണ്ട് പാപ്പ, എനിക്കൊരു ഷവർമ്മ വാങ്ങിച്ചു തരുമെന്ന്. അങ്ങനെ ആച്ച പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആച്ചയാണെങ്കിൽ കുബൂസ് ഐറ്റംസ് ഒന്നും കഴിക്കില്ല കേട്ടോ, ഇഷ്ടമല്ല. അങ്ങനെ എനക്കും ഇച്ചൂസിനും 2 റോൾ ഷവർമ്മക്കും പറഞ്ഞേ. ആച്ചു പിന്നെ ഷെയ്ക്കാട്ടോ വാങ്ങിച്ചത്. എനിക്ക് വേണോ? അതാ വേണ്ടേ? എടുത്തോ എടുത്തോ എടുത്തോ. ബട്ടർ റോളല്ലേ എനിക്കെന്നാ പ്ലേറ്റ് വെക്കാൻ തന്നോ. സൂപ്പറാ, യമ്മി. ഇച്ചൂസിനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം നമ്മളായിട്ട് വാങ്ങിച്ചു കൊടുത്തതിന് അവൻ അത്ര മെയിൻ ആക്കില്ല കേട്ടോ. അവനിക്കായിട്ട് ഇഷ്ടപ്പെട്ട ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. പിന്നെ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് അവൻ കഴിച്ചോളും. കുടിക്കും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഷവർമ്മയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ടൊക്കെ വന്നിട്ടാണ്. ഗ്ലോബൽ വില്ലേജിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ചെരുപ്പിൻ്റെ ഷോപ്പുണ്ട്. ചെരുപ്പ്, ബാഗ് എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചൂസാണെങ്കിൽ ഇപ്രാവശ്യം അവന് ചപ്പൽസ് മതി എന്നാണ് കേട്ടോ. അതായത് കെട്ടുന്ന ചെരുപ്പ്. കാരണം മഴയൊക്കെ അല്ലേ. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് സ്കൂളിലേക്കും അത്യാവശ്യം യൂസ് ചെയ്യാമല്ലോ ഇപ്പോൾ മഴ സമയത്ത്. അങ്ങനെ വിചാരിച്ചിട്ട് അവന് പിന്നെ ഐബക്കിന് കിട്ടിയില്ല കേട്ടോ. അവൻ്റെ സൈസിലൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് പിന്നെ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരു ചെരുപ്പ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഇച്ചൂസിനും ആച്ചിക്കാട്ടോ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് മഴ കഴിഞ്ഞിട്ട് പോകാൻ കഴിയുമ്പോഴത്തേക്ക് പിന്നെയും മഴ വന്നിട്ടാ, ഭയങ്കര മഴയാണ്. അങ്ങനെ തൊട്ട് അടുത്ത് തന്നെ ആയിട്ടൊരു ഷോപ്പ്
അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് ഒരു പാൻറ് എടുത്തിട്ടുള്ളൂ കേട്ടോ, രണ്ടാൾക്കും 2 പാൻറ് മാത്രം. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കട്ട വെയിറ്റിംഗ് ആണ്, ബില്ലിംഗ് ആക്കാൻ എത്ര ടൈമാണെന്നറിയോ, അത്രയും ആൾക്കാരുണ്ട് കേട്ടോ. പെരുന്നാളായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആളുണ്ട്. അങ്ങനെ ആളും ബഹളമായിട്ട് ഐബക്ക് കുറേ ഒച്ചപ്പാടാട്ടോ. അങ്ങനെ ഞാൻ അവരെയും കൊണ്ട് പുറത്തേക്ക് നിന്ന് അങ്ങനെ ഡ്രസ്സ് എടുക്കലെല്ലാം കഴിഞ്ഞിട്ട് 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ റിയൽ ഹൈപ്പർ മാർക്കറ്റിലേക്കിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ പോകുന്ന വഴി തന്നെയാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് നേരെ നമ്മൾ വീട്ടിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക കേട്ടോ. ഓക്കെ, ബായ്.